അപ്പോൾ നമ്മൾ നാലാമത്തെയും അഞ്ചാമത്തെയും പേജ് കഴിഞ്ഞു. ഇനി ആറാമത്തെ പേജിലേക്ക് പ്രവേശിച്ചു അല്ലേ? ഒന്നാം പാഠം. നുക്കമ്മിനുൽ ഫറാഗ് കമാ ഫിൻ നമൂദജി. ഉദാഹരണത്തിലുള്ളത് പോലെ എന്ത് ചെയ്യുക? ഫറാഗ് വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. നോക്കൂ. ദാലിക മസ്ജിദുൻ, ദാലിക മസ്ജിദുൻ അല്ലേ? നോക്കൂ. ദാലിക മസ്ജിദുൻ, അത് സുജൂദ് ചെയ്യുന്ന ഇടമാണ് എന്ന് പറഞ്ഞാൽ മോസ്ക് അല്ലേ? പള്ളി, മുസ്ലിം പള്ളി അല്ലേ? ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ്, ഞാൻ ആ പള്ളി ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ്. പിന്നെ സ്വല്ലൈതു ഫി ദാലിക്കൽ മസ്ജിദ്. ഇപ്പോൾ ദാലിക്കക്ക് നമ്മൾ ഹാദ പറഞ്ഞ പോലെ ഒരു മാറ്റം വന്നിട്ടില്ല. മസ്ജിദിനോ മാറ്റം വന്നു. മസ്ജിദിൻ്റെ ആഖിറിൽ മസ്ജിദിൻ്റെ കലിമത്തിൻ്റെ ഈ മസ്ജിദ് ഫി ദാലിക്കൽ മസ്ജിദ് പറഞ്ഞപ്പോൾ എന്താ വന്നത്? ജെറ് വന്നു, കസ്ർ അല്ലേ? ജെറിൻ്റെ അടയാളം എന്താണ്? കസ്ർ. ഇവിടെയോ ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ, ഞാൻ ആ പള്ളി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ദാലിക്ക എപ്പോഴും ദാലിക്ക, മസ്ജിദ് മസ്ജിദ് എങ്ങനെയാ മാറ്റം വന്നു അല്ലേ? മസ്ജിദി, മസ്ജിദ, മസ്ജിദൊക്കെ. പിന്നെ ദാലിക്ക മസ്ജിദ്, അത് മസ്ജിദാണ്. ഇതേപോലെ അടുത്ത ഉദാഹരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. തിൽക്ക മക്തബത്തുൻ, അത് ലൈബ്രറിയാണ് അല്ലേ? തിൽക്ക മക്തബത്തുൻ, അങ്ങനെ തന്നെ. തിൽക്ക മക്തബത്തുൻ. ഉഹിബ്ബു തിൽക്കൽ മക്തബത്ത ആണോ? ഉഹിബ്ബു തിൽക്കൊക്കെ ഒരു മാറ്റമല്ല. ഉഹിബ്ബു തിൽക്ക് ഏതുപോലെ? ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ എന്ന് പറഞ്ഞ പോലെ, ഞാൻ ആ പള്ളി ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ ആ ലൈബ്രറി ഇഷ്ടപ്പെടും. ഉഹിബ്ബു തിൽക്കൽ, അവിടെ ദാലിക്കാനടുത്ത് തിൽക്ക എന്നാണ്. കാരണം മക്തബത്ത് പെണ്ണായതുകൊണ്ട്. നമ്മൾ 2ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഉഹിബ്ബു തിൽക്കൽ മക്തബത്ത്. അടുത്തത് സ്വല്ലൈതു ഫി ദാലിക്കൽ, ഞാൻ ആ പള്ളി നിസ്കരിച്ചു അല്ലേ? ഇവിടെ എന്താണ്? ദഹബത്തു ഇലാ തിൽക്കൽ മക്തബത്തി. തീ ആണോ? തിൽക്കക്ക് മാറ്റമൊന്നുമില്ല. ദഹബത്തു, ഞാൻ പോയി. ഇലാ തിൽക്കൽ മക്തബത്തി, ആ ലൈബ്രറിയിലേക്ക്. ഞാൻ അടുത്തത് നുഅർരിബു, നമുക്ക് അറബിയാക്കാം. നമുക്ക് അറബിയാക്കാം. കഅബ എവിടെയാണ്? എങ്ങനെ അറബിയാക്കുക? എവിടെയല്ല വാക്കുന്നത്? അയിനാന്നല്ലേ? അയിനൽ കഅബത്തു. അയിനക്ക് ഒരു മഴ എപ്പോഴും അയിന തന്നെയായിട്ടുണ്ടാവും കേട്ടോ. അയിനൽ കഅബത്തു. അടുത്തത് ഇത് എൻ്റെ മദ്രസയാണ്. എങ്ങനെ? ഹാദിഹി മദ്രസത്തി അല്ലേ? ഹാദിഹി മദ്രസത്തി. അടുത്തത് നുലാഹിദുൽ മുഫ്രദ വൽ ജമ, ഏകവചനം ബഹുവചനം. മുഫ്രദന ഏകവചനം അല്ലേ? വാഹിദ് മുഫ്രദ്. ബൈത്തുൻ ജമ്മ് ബുയൂത്തുൻ, വീട് വീടുകൾ. അടുത്തത് സ്വലാത്തുൻ നിസ്കാരം, ജമ്മ് സ്വലവാത്തുൻ നിസ്കാരങ്ങൾ അല്ലേ? അടുത്തത് നഖ്റഉൽ ആയാത്തി താലിയത്ത അല്ലേ? താഴെയുള്ള ആയത്തുകൾ നമുക്ക് ഓതാം, വായിക്കാം, പാരായണം ചെയ്യാം. എന്നിട്ടോ വനക്തശിഫു മിന്നൽ കലിമാത്തിൽ മബ്നിയത്തി, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് നമുക്ക് വെളിവാക്കാം, എന്തിനെ? വ്യക്തമാക്കാം. എന്തിനെ? മബ്നിയായ പദങ്ങളെ. വനഖുത്തു തഹ്തഹ, എന്നിട്ട് അതിന് അണ്ടർലൈൻ ചെയ്യാം. മബ്നിയായ കലിമത്തുകളെ കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യാം ആയത്ത് ഓതിയിട്ട്. ഇന്ന ഹാദിഹി തദ്കിറ, ഇവിടെ അണ്ടർലൈൻ ചെയ്ത വാക്കുണ്ടോ? ഏതാണ്? ഹാദിഹി അല്ലേ? നഖുത്തു തഹ്തഹ അല്ലേ? അതിന് താഴെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇന്ന ഹാദിഹി തദ്കിറത്തുൻ, തദ്കിറ. അടുത്തത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ആ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവും ഇല്ല. ഖുർആനെ പറ്റി പറഞ്ഞാണ്. ഇപ്പോൾ ദാലിക്ക കണ്ടോ അണ്ടർലൈൻ ചെയ്ത്? അത് മബ്നിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് അടുത്തത് താഴെ, ഏറ്റവും താഴെ അൽ മുഅ്ജം, ഏറ്റവും താഴെ ഇത് കണ്ടോ? തവജ്ജഹ എന്ന് പറഞ്ഞാൽ എന്താണ്? തവജ്ജഹ യതവജ്ജഹു, തവജ്ജഹ മാദിയ ഫില, യതവജ്ജഹു. തവജ്ജഹ എന്താ അറിയോ? മബ്നിയാണ്. യതവജ്ജഹു മുഅറബാണ്. കാരണം എന്താ? അത് മുളാരിയ ഫീലാണ് അല്ലേ? മുന്നിട്ടു. തവജ്ജഹന മുന്നിട്ടു, യതവജ്ജഹുന മുന്നിടും. ഓക്കെ. വുളിയ അത് മാളി മജ്ഹൂലാണ്. അപ്പോൾ അതെന്താണ്? മാളി ആയതുകൊണ്ട് മബ്നിയാണ്. എന്നാൽ അടുത്തത് സ്ഥാപിക്കപ്പെട്ടു എന്നർത്ഥം. ഓക്കെ. ഈ 2 വാക്ക് പഠിച്ചല്ലോ. യതവജ്ജഹു, തവജ്ജഹ യതവജ്ജഹു, തവജ്ജഹ എന്നാൽ മുന്നിട്ടു, യതവജ്ജഹു മുന്നിടും, വുളിയ വെക്കപ്പെട്ടു, സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. അപ്പോൾ കഴിഞ്ഞിട്ടോ ഫുള്ള്. അൽ മുഅറബു വൽ മബ്നി, ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. എന്നാൽ അൽ കഅബത്തു ഖിബ്ലത്തുന എന്നാൽ എന്താണ്? പാഠത്തിൽ എന്താ പഠിക്കുന്നത്? മുഅറബും മബ്നിയും അല്ലേ?